Hey, what's up guys? It's me Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ ലോഫ്റ്റിലെ അപ്ഡേഷനും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ 2-3 കുഞ്ഞന്മാർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുഞ്ഞന്മാരുടെ വീഡിയോ അങ്ങനെയുള്ളതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ലോഫ്റ്റ് വന്നിട്ട് ഫുള്ള് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രാവിനെ നമുക്ക് ഇവിടെ ഓപ്പൺ എയറിൽ വിടാനും പറ്റും. ചിറക് വെട്ടിയ പ്രാവുകൾ നമുക്ക് വിടാൻ പറ്റും. മുമ്പാണെങ്കിൽ നമ്മൾ ചിറക് വെട്ടിയ പ്രാവിനോട് വിടുന്ന സമയത്ത് പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ എടുത്ത് ചാടിക്കളയും. പിന്നെ അതേപോലെ തന്നെ പൂച്ചയുടെ ശല്യം പട്ടിയുടെ ശല്യമൊക്കെ ആവശ്യമിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോറ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനി പൂച്ചയും മുകളിലോട്ട് കയറുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ എല്ലാം ഇത് പുതിയതല്ല, ആക്ച്വലി പഴയതാണ്. നമ്മൾ പഴയൊരു ഷെഡ് അവിടെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അവിടെ ഒരു ഷെഡ് ഇരുന്നില്ലേ മുമ്പ്, ആ ഷെഡ് നമ്മൾ പൊളിച്ചായിരുന്നു. ആ പൊളിച്ച സാധനങ്ങൾ നമ്മൾ അതേപോലെ വച്ചിരുന്നു. ആ വച്ചിരുന്നതാണ് ഇവിടെ എടുത്ത് ഇപ്പോൾ വച്ചത്. ഫുള്ള് റീപെയിൻ്റൊക്കെ ചെയ്ത് തുരുമ്പൊക്കെ കളഞ്ഞ് അങ്ങനെ ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ രീതിയിൽ പോയിട്ടുണ്ട്. ഇത് മറ്റേ നമ്മൾ പണ്ട് മുയലല്ല അവിടെ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ യൂറിനൊക്കെ ആയിട്ടാണ് കുറച്ച് കമ്പിയൊക്കെ ഡാമേജ് ആയി. പക്ഷേ സ്ട്രോങ് ആണ്. ഇപ്പോഴ് തുരുമ്പൊക്കെ കളഞ്ഞ് മൊത്തം പെയിൻ്റൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും പുതിയതുപോലെയാണ് ഇരിക്കുന്നത് കാണാൻ. ഫുള്ള് നമ്മുടെ ഈ തട്ടിൻ്റെ മുകളിലും നമ്മൾ വച്ചിട്ടുണ്ട്. പ്രാവിനെ ചിറക് വെട്ടി വിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ ഫുള്ള് ചിറക് വെട്ടിയിട്ട് പോലും ചില പ്രാവുകൾ ഇച്ചിരി എന്താ പറയുക ചാടിക്കയറാൻ, കമ്പിയിലേക്ക് ചാടിക്കയറി പിടിച്ച് അടിച്ചടിച്ച് കയറാനുള്ള ഒരു ശ്രമമൊക്കെ നടത്താറുണ്ട്. സോ നമ്മളങ്ങനെ അപ്പോൾ നമ്മുടെ കുഞ്ഞന്മാർ പുറത്തുള്ള കുഞ്ഞന്മാരൊക്കെയാണ്. നമുക്ക് ഇതിപ്പോൾ എല്ലാം 2 കല്ലി അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 കല്ലിയിൽ നമ്മളിപ്പോൾ കുഞ്ഞന്മാരെടുത്ത് പറത്തുമ്പോൾ നമ്മൾ ചുറ്റിപ്പിച്ചിറക്കി. ഓൾറെഡി നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലിപ്പം കുറച്ച് പേരെ ചുറ്റിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് 2-3 എണ്ണത്തിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം കൊണ്ടല്ല, നമ്മൾ ഈ ലോഫ്റ്റ് സെറ്റ് ചെയ്ത് വന്നില്ലേ, ലോഫ്റ്റ് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷിൻ്റെ ഷോർട്ടേജ് വന്നു. സോ 2-3 ആൾക്കാരെ കൊടുക്കാമെന്ന് വിചാരിക്കും. അതേപോലെ നമ്മുടെ മെയിൽ ഫീമെയിൽ തിരിച്ചിടാനുള്ള കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ആക്കി. ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ 2ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ളൂ. അതിൽ ഇതിപ്പം മെയിലിനും അത് ഫീമെയിലിനും വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം എല്ലാവരും ഒരുമിച്ചിരിക്കും. കാരണം അതിൽ മറ്റേ വാങ്കോയുടെ കുഞ്ഞന്മാർ നിൽക്കുകയാണ്. കാണിച്ച് ക്ലിയർ ആവുന്നില്ല, ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചുതരാം. കാണാൻ പറ്റുന്ന ഇത് നമ്മളിപ്പോൾ പ്രാവ് ഇട്ടിരിക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം, അകത്ത് കയറി കാണിച്ചുതരാം. ഇതിലിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇതിൽ കൂടുതൽ കിടക്കണ ഇപ്പോൾ മെയിലാണ്, ഫീമെയിലുകളും ഉണ്ട്. നമ്മൾ ഇതേപോലത്തെ റാക്ക് അടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അറയിൽ കയറി നിൽക്കാൻ വേണ്ടിയും ഈ ഇപ്പോൾ ഇത് അറയിൽ കയറി നിൽക്കാനുള്ള രീതിയിലും അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഈ ഇപ്പുറത്തെ അറയിൽ നിൽക്കുന്ന പ്രാവ് അപ്പുറത്തെ അറയിൽ നിൽക്കുന്ന പ്രാവിൻ്റെ കൊത്തി വേറെ കണ്ണോ അങ്ങനെയുള്ളതൊന്നും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ റാക്ക് അടിച്ചത്. സോ പെട്ടെന്ന് ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മെയിലും ഫീമെയിലും നിൽക്കുകയാണ് എല്ലാവരും. അതിൽ നമുക്ക് ഇതിലിപ്പോൾ കുറച്ച് പേര് കൊടുക്കാനുള്ളതാണ്. ഇതിൽ ഉള്ളതിൽ ഈവൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുക. ഇത് മെയിലാണ്, ബ്രീഡിങ് മെയിൽ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ ആക്ച്വലി അത് വലിയ ഏജില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻസ് ഇപ്പോൾ ഒരു 6 മാസം ആ ഒരു പ്രായം വരുള്ളൂ. 6 മാസം ആയി. ഇത് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതന്നെ. പിന്നെ വേറെ ആരും ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നില്ല. നമ്മുടെ പാകിസ്ഥാനി ഇവരെല്ലാം ചിറക് വെട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെയും ചിറകും വാലും വെട്ടിയാണ് നടത്തിയത്. ഈ കുഞ്ഞല്ല, ഇത് ബ്രീഡിങ് മെയിലാണ്. ഇവൻ്റെ ചിറകും വാലും വെട്ടിയാണ് നടത്തിക്കുന്നത്. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മഞ്ഞക്കണ്ണിലാണ് വന്നിട്ടുള്ളത് കേട്ടല്ലോ. മഞ്ഞക്കണ്ണിൽ നല്ല അടിപൊളി മെയിലാണ്. അതേപോലെ ഇവരത്തെ മേലാണ് നമ്മളിപ്പോൾ വച്ചിരിക്കുന്ന പേര്. ഇതിൽ ആക്ച്വലി ഈ പാകിസ്ഥാനിയുടെ മെയിൽ നമ്മൾ ചിറക് വെട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞന്മാർ 2 പേരുണ്ട്. അപ്പോൾ അവർക്ക് തൽക്കാലം കുറച്ച് ദിവസം കൊണ്ടൊന്ന് ഫുഡൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയാണ് ഫീമെയിലിനെ നമ്മൾ വിട്ടിരിക്കുന്നത്. ബാക്കി ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത പേരാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീമെയിൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഫീമെയിലും മെയിൽ വന്നിട്ട് ഇപ്പോൾ ചെറുതായിട്ടിരിക്കുന്നത്. നമ്മൾ മുട്ടയ്ക്ക് റിസൾട്ട് അധികം വരാത്തത് കൊണ്ടും ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. സോ എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇത് ഫീമെയിലും ഇത് മെയിലുമാണ്. നമ്മുടെ നാഗർകോവിൽ ലൈനാണ് മെയിലും ഫീമെയിലും കിടക്കുന്നത്. ഇതിൻ്റെ
കുഞ്ഞാണ് ഇതിൻ്റെ ഏറ്റവും ഞാൻ ആദ്യം എടുത്ത കുഞ്ഞാണ്. നേരത്തെ കാണിച്ചത് ആ മെയിൽ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, ആ മെയിൽ. ഇതിപ്പോൾ അടുത്ത് നെക്സ്റ്റ് എഗ്രി ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ കൂടെ ഈ ഒരു പേര് 1 2, പിന്നെ ഇത് ഫീമെയിൽ, ഇതിൻ്റെ മെയിൽ ഇത് ബാക്കി നിൽക്കണം. പിന്നെ ഇതെല്ലാം ബാക്കിയെല്ലാം നിൽക്കുന്ന കുഞ്ഞന്മാരാണ്. ഇതിൽ അതൊരു പേരാണ്. ആ പേരിൽ ഇപ്പോൾ നമുക്ക് കുഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ട 2 കുഞ്ഞന്മാർ, ചെറിയ കുഞ്ഞന്മാർ, കണ്ണുറന്നിട്ടില്ല, കണ്ണുറക്കാനുള്ള ടൈം ആയിട്ടില്ല. ഇത് നമ്മുടെ നാഗർകോവിൽ ലൈനിൽ ഇറങ്ങിയ ഒരു കുഞ്ഞാണ്. ഇതിൻ്റെ മുമ്പത്തത് ഇതിൻ്റെ പാരൻസ് അല്ല, ഇതിൻ്റെ പാരൻ്റ് എന്ന് വെച്ചാൽ അപ്പൂപ്പൻ, ആ ഒരു രീതിയിലൊക്കെ പറയാമല്ലോ നമുക്ക്. 22 മണിക്കൂർ നാഗർകോവിലിൽ ആനന്ദപുരയുടെ ലോഫ്റ്റിൽ പറന്നിട്ടുണ്ട്. ആനന്ദപുരയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, മിക്കവർക്കും അറിയായിരിക്കും. ഇതിപ്പോൾ സീറോ കളി ചിക്കാണ്. സീറോ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടിലൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ആ രീതിയിലുള്ള കുഞ്ഞാണ്. ഫുഡൊക്കെ പാരൻ്റ് തന്നെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാൻ ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഏരിയയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പറപ്പിച്ച് തുടങ്ങണം. പിന്നെ അതേപോലെ തന്നെ ഇത് 2 കുഞ്ഞന്മാർ കിടപ്പുണ്ട്. ഇത് കത്തങ്ങയിൽ കത്തങ്ങയിൽ സബ്ജയിലും കൂടെ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. എവിടെ പോയി സബ്ജ താഴെയാണെന്ന് തോന്നുന്നു. കത്തങ്ങയിലും സബ്ജയിൽ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. അതോ ഇങ്ങനെ 2 എണ്ണം. ഇതിൽ സബ്ജ പച്ച കണ്ണാണ്. ഓക്കെ. പിന്നെ ലോഫ്റ്റൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമായി അടുത്തത്. നമുക്കിനി ക്ലീൻ അടുത്ത് ചെയ്യണം. ഇപ്പോൾ ഇതിലിപ്പം ഈ കുഞ്ഞിൻ്റെ പേരുണ്ടല്ലോ പാരൻ്റ്, അവരെയും നമുക്കിനി അടുത്ത് സെപ്പറേറ്റ് ചെയ്യാനുള്ള തന്നെ, ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള തന്നെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഇവരെ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ കുഞ്ഞ് വിരിയാറായി. ഇതിലിരിക്കുന്നത് ആക്ച്വലി വേറൊരു മുട്ടയാണ്. മറ്റേ നമ്മളെ ഇതില്ലേ ഷായിലി ക്ലാവർ, അതിലുള്ള മുട്ടയെടുപ്പ് ഇതിൽ ഇവർ വെച്ചിരിക്കുന്നത്. കാരണം നമ്മളത് മാറ്റി വയ്ക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷായിലി വന്നിട്ട് അത്യാവശ്യം നമ്മൾ 2 പ്രാവശ്യം കുഞ്ഞെടുത്ത്, 2-3 പ്രാവശ്യം അതിൽ നിന്ന് കുഞ്ഞെടുത്ത്, 2 പ്രാവശ്യം കുഞ്ഞെടുത്ത്, 3-ാമത്തെ പ്രാവശ്യം ഇതിപ്പോൾ മുട്ടയിട്ടിരിക്കുന്നത്. സോ നമ്മളിനി വീണ്ടും അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ബ്രീഡ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അത് ഫീഡ് ചെയ്യിപ്പിക്കാൻ അതിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. സോ നമ്മൾ മുട്ട ഇതിന് മാറ്റി വെച്ചെടുത്തു. ഇതിൻ്റെ മുട്ട ആ സമയത്ത് ഇട്ടതേ ഉള്ളൂ. പിന്നെ ഇവർ ബേർഡ് ഹെൽത്തിയാണ്. ബേർഡ് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് കൊടുത്തു. ഒറ്റ സിംഗിളൊക്കെ വെച്ചിട്ടുള്ളൂ. ഒറ്റ എഗ്ഗേ വെച്ചിട്ടുള്ളൂ. ഇത് ഫീമെയിലാണ്, നാഗർകോവിൽ ലൈൻ ഫീമെയിലാണ്. ഈ മുട്ട ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷായിലിയുടെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞന്മാരെ കാണാം. ഇത് ആക്ച്വലി നമ്മൾ പറവയിൽ മെയിലിന് ഇടാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത കൂടാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവന്മാരെ മാറ്റാൻ സ്ഥലമില്ല. ഇതിലിനിയിപ്പോൾ ഓണമൊക്കെ എത്തുമ്പോഴേ ഇതിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് കൊടുക്കണം. ഇതിലും ഇവന്മാരും ഇതിലേക്ക് കുറച്ച് ആൾക്കാരെ കൊടുക്കണം. വലുതിനൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഈ കുഞ്ഞന്മാരെ ഈ വലിയ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് പ്രാവിനിടാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ മെയിലും ഫീമെയിലും കൂടെ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മെയിലും ഫീമെയിലും ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ റാക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം, നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ മെയിൽ ഫീമെയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റാക്കിലിരുന്നോളും. സോ പെട്ടെന്ന് ഇതിൽ ജോഡികളൊക്കെ സെറ്റായതൊക്കെ തന്നെ ഏകദേശം വരും. പക്ഷേ ഈ റാക്കിലങ്ങനെ കയറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് മെയിൽ എപ്പോഴും കയറി അതിൻ്റെ പിറകെ നടന്ന് കൊത്താനോ അങ്ങനെ ഒന്നും നിൽക്കില്ല മിക്കവാറും. ഓക്കെ, ഈ റാക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത കുഞ്ഞന്മാരെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ എല്ലാവരെയും നമ്മൾ ഏകദേശം പേരെയും പാകിസ്ഥാനിയും അതേപോലെ ഈ 2 വെള്ള പിന്നെ നമ്മുടെ ഷായിലിൽ ഇറങ്ങിയ കുഞ്ഞാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഷായിലി, അതിലിറങ്ങിയ കുഞ്ഞാണ് ഇത്. അതേപോലെ ബാക്കിലിങ്ങനെ ഗയറ, അങ്ങനെയുള്ള ഏകദേശം പേരെയും ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനിയൊക്കെ നമ്മൾ ചുറ്റിച്ച്. പക്ഷേ നമുക്കിവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓവറായിട്ട് ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഈ പ്രാവ് പറക്കുന്ന സമയത്ത് ഈ കാറ്റൊരു വേവിൻ്റെ ഫോമിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ചെറിയ കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ നമ്മളെ ഈ കാറ്റ് നന്നായിട്ട് പ്രാവിനെ പിടിക്കും. എന്നുവെച്ചാൽ പ്രാവ് ഹൈറ്റിലോട്ട് കയറുന്നവരെ പ്രാവിന് കാറ്റ് നന്നായിട്ട് പിടിച്ച് ഈ റൗണ്ട് ചെയ്യുന്നൊരു മറ്റേ സൈക്ലോൺ പോലെ, എന്നുവെച്ചാൽ ഒരു
പ്രാവിന് മുകളിലായിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, പെട്ടെന്ന് ടക്കിന് താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 0 കള്ളിയിലും 2ാം കള്ളിയിലൊക്കെയാണ് പറപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റിൽ വന്നിരിക്കുന്നത്. മീൻസ് അതിന് കറക്റ്റായിട്ട് വന്നിരിക്കാൻ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, ചിറകേറ്റ് വേറെ ഏതെങ്കിലും ഇതിൽ തട്ടുകയും അങ്ങനെ ഇതായി ഇത് മീൻസ് കറണ്ട് അടിച്ച് വീണ് ഡെഡാവാനുള്ള കാരണം അതാണെന്ന് തോന്നണം എനിക്ക്. ഇപ്പോൾ കറണ്ട് അടിച്ച് വീണ ഒരു കാക്ക തുടക്കുന്നു. അതേപോലെ എൻ്റെ പ്രാവുകളും പോയിട്ടുണ്ട് കറണ്ട് അടിച്ച്. മോസ്റ്റ്ലി അതായിരിക്കാൻ കാരണം അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല രീതിയിൽ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇത് പറക്കുന്നത്, ഇപ്പോൾ പ്രാവുകളൊക്കെ പറക്കുമ്പോഴും അതിൻ്റെ പ്രോപ്പർ ഒരു ഇതിൽ പറക്കാൻ പറ്റുന്നില്ല. അതിനെ കറക്റ്റായിട്ട് നമ്മൾ ഈ എന്താ പറയുക, പ്രാവിനെ ഒറ്റയടിക്ക് അടിച്ച് താഴോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളിനിപ്പം ഇതിൻ്റെ ചിറകൊക്കെ പിഴുത് ഇനി നെക്സ്റ്റ് ഒരു ഇതായിട്ട് മീൻസ് ഇപ്പോൾ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരെയും. നമുക്കിനി ഒന്ന് ചിറകൊക്കെ പിഴുത് കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ലെവലിൽ വീണ്ടും സെറ്റാക്കി എടുക്കണം. ബേഡ്സിനെ എല്ലാം പുതിയ ചിറകാക്കി ഇതാക്കണം. പിന്നെ നമ്മളിതിലിപ്പോൾ 2-3 കുഞ്ഞന്മാരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നതിൽ ഒരു കുഞ്ഞ് ഇതാണ്, ഞാൻ എടുത്ത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. അതേപോലെ ആ ജാക്കിൽ തലയിൽ വെള്ള കയറി വരും. പിന്നെ അതേപോലെ ഈ 2 കുഞ്ഞന്മാർ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേര് കുഞ്ഞന്മാരാണ്. ഇത് നമുക്ക് ഇറങ്ങിയത് ജാക്കിലും ജാക്കി പുള്ളിയിലുമാണ് ഇറങ്ങിയത്. ഇത് മിക്കവാറും തലയിൽ കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ മോൾട്ടിങ് സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോൾ ഫുള്ള് വൈറ്റ് ആവാനാണ് ചാൻസ്. തല മൊത്തമായിട്ട് വൈറ്റ് ആയിട്ട് ബാക്കി അത്രയും ബ്ലാക്ക് ആയിട്ട് വരാനാണ് ചാൻസ്. നല്ല അടിപൊളി കുഞ്ഞന്മാരാണ്, നാഗർകോവിൽ ലൈനിൽ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നല്ല അടിപൊളി കുഞ്ഞന്മാരാണ്. ഓക്കെ അപ്പോൾ അടുത്ത 2ാമത്തെ പേർ കുഞ്ഞന്മാർ. രണ്ടാമത്തെ കുഞ്ഞാണ്, 2ാമത്തെ സെറ്റിലുള്ള കുഞ്ഞ് കൊടുക്കാനുള്ളതിൽ. ഇതിൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. ഇതിൽ കണ്ണ് വന്നിട്ട് ഈ മഞ്ഞയിൽ പച്ച തരി കയറിയ കണ്ണാണ്, റിങ് വരും. പിന്നെ ഇതിൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞിന് ചെറിയ കണ്ണിൽ ഇത് കിട്ടിയിട്ടുണ്ട്. മീൻസ് ഇത് കണ്ണ് കൊത്ത് കിട്ടിയിട്ട് ജസ്റ്റ് ഒരു വെള്ളം കെട്ടിയതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഉള്ളിയുടെ നീരിട്ട് കൊടുത്ത് ഒരു ഇത് ഓക്കെ ഇപ്പം ക്ലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് 2ാമത്തെ കുഞ്ഞ്. അപ്പോൾ ഇതിൽ അങ്ങനെ കുഞ്ഞെടുക്കാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ കണ്ണാണ് ഈ കണ്ണാണ് അതിന് ചെറിയൊരു ഇത് ആയത്. മീൻസ് അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഉള്ളിയുടെ നീരിട്ട് കൊടുത്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഓക്കെ, അടുത്ത 3ാമത്തെ കുഞ്ഞന്മാരാണ്. ഇത് ബാംബൂജി ടൈപ്പിൽ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. ഇത് നമ്മൾ കത്തങ്ങ ഒരു ജോഡി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കത്തങ്ങയിലും ഗൈറയിലായിട്ട് ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. കത്തങ്ങ നമ്മളതിൽ പണ്ടേ ഉണ്ട്, നമ്മളതിൽ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം. ആ ഗൈറ വന്നിട്ട് നമ്മൾ നാഗർകോവിൽ ലൈനിലുള്ള ഗൈറയാണ്, അതിലിറങ്ങിയ കുഞ്ഞന്മാരാണ്. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല മെമ്മറിയുള്ള കുഞ്ഞന്മാർ തന്നെ. ഓക്കെ, 2 കുഞ്ഞന്മാരുണ്ട്, ബാംബൂജി ടൈപ്പാണ്. ഓക്കെ, ഇത് ബ്രീഡിങ് മെയിലാണ്, നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് കാണിച്ച 3 കുഞ്ഞന്മാരും പിന്നെ അതേപോലെ തന്നെ ഈ ബ്രീഡിങ് മെയിൽ, ഇത്രയും പേരാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ടോട്ടൽ 7 പേര്, 3 പേർ ബ്രീഡിങ് 3 പേർ കുഞ്ഞന്മാരും 1 ബ്രീഡിങ് മെയിലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള 3 കുഞ്ഞന്മാർ, 3 പേർ കുഞ്ഞന്മാരുണ്ട്. അതേപോലെ തന്നെ 1 ബ്രീഡിങ് മെയിൽ.
എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിലെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി നെക്സ്റ്റ് കുഞ്ഞന്മാരെയൊക്കെ ഇനി പറപ്പിച്ച് തുടങ്ങണം. ഇപ്പോൾ നമ്മൾ ഇവരെ ചുറ്റിച്ചു, ഇതൊക്കെ ചുറ്റിച്ചതില്ല. ഇനി നമുക്കടുത്ത ചിറക് വെട്ടാണ്ട ടൈമായി. നമ്മൾ നോർമലി സീസൺ ടൈമും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അടുത്ത ഇനി പറവയിലേക്ക് വീണ്ടും അടുത്ത് കയറ്റേണ്ടത്. സോ ഇവരെല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കുകയെന്ന് വിചാരിക്കുന്നത്. ചിറകെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്തിനിപ്പം നമ്മളൊരു 4-5 കുഞ്ഞന്മാരോടൊപ്പം ഉണ്ട്. സോ ആ കുഞ്ഞന്മാരെ വെച്ചിട്ട് എങ്ങനെയാണ് ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മളതിൽ മറ്റേ നമ്മൾ വീഡിയോയുടെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നാഗർകോവിൽ ലൈനിലുള്ള ഒരു ജാക്കും, പിന്നെ അതേപോലെ തന്നെ 2 പാകിസ്ഥാനി കുഞ്ഞ് കിടപ്പുണ്ട്, പിന്നെ ഒരു ഗൈറയിലൊരു കുഞ്ഞ് കിടപ്പുണ്ട്. 4 കുഞ്ഞന്മാരിപ്പുണ്ട്. സോ ഈ 4 കുഞ്ഞന്മാരെയും പറപ്പിച്ച് നമ്മളെങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.